അപ്പോൾ മത്തി ശർക്കര നമ്മുടെ ചെടികൾക്കും മറ്റുമൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോ ഒക്കെ കാണുക. ഇതൊക്കെ അറിയാത്തവർക്ക് മറ്റുമൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അത് നമ്മൾ മത്തി ശർക്കര കുറച്ചെടുത്തിട്ടുള്ളൂ, അമിനോ ആസിഡ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ചെടികൾക്കൊക്കെ ഒന്ന് പ്രയോഗിക്കണം. കുറച്ചെടുത്താൽ മതി. തടത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാനും പിന്നെ അതിൻ്റെ ഇലയും തണ്ടുമ്മലൊക്കെ കുറച്ച് വയ്ക്കാനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് മധുരവും മീനും കൂടി കലർന്നൊരു പ്രത്യേക മണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനോ വല്ല പരിപാടിയോ ഉള്ള ദിവസം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മളത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മുഖം ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും അല്ലാതെ ഉണ്ടാവും. അത്ര പെട്ടെന്ന് കഴിക്കാനൊന്നും പോകില്ല എന്ന അനുഭവം കൊണ്ട് പറയണം. പൊറുക്കപ്പെടാത്ത സ്മെല്ലൊന്നുമല്ല, ഒരു മധുരത്തിൻ്റെ സ്മെല്ലൊക്കെയാണ്. വല്ലാത്ത ബാഡ് സ്മെല്ലൊന്നുമല്ല, ഒരു മധുരത്തിൻ്റെ സ്മെല്ലൊക്കെയാണ്. ഇത് ചെടികൾ പൂവിടാനും കായ പിടിക്കാനൊക്കെ ചെടികൾക്ക് വളരാനും എല്ലാത്തിനും സഹായിക്കും. അപ്പോൾ പൂവിടാൻ മടിച്ചു നിൽക്കുന്നതിനൊക്കെ ഇതേപോലെ പ്രയോഗിച്ചാൽ മതി. ഇത് നമ്മളെ നാടൻ പേരയാണ്. പൂവിടാൻ വല്ലാത്ത മടിയാണ്. നമ്മൾ പറഞ്ഞിരുന്ന ഒരു നാടൻ പേര നമ്മൾ എയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് 2 പൂവിട്ടെന്നല്ല, പിന്നെ പൂവിട്ടില്ല. എന്നാൽ നമ്മളെ കിലോ പേര അങ്ങനെയല്ല. മൂപ്പർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിറയെ പൂക്കളാണ്. കണ്ടില്ല? അതാണ് നമ്മുടെ നാടൻ പേരയും കിലോ പേരിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം. ഇതുണ്ടില്ല, കിലോ പേര ഇവിടെ പൂട്ട് കണ്ടില്ല, നിറയെ പൂക്കളാണ്. അതിങ്ങനെ പ്രയോഗിച്ച് കൊടുക്കുക. പിന്നെ അടിയിൽ കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ സ്പ്രേ ആണ്. ഈ അടിയിൽ പിന്നെ നമ്മൾ വരും. ഇത് നമ്മളെ പാകിസ്ഥാനി മൾബറിയാണ്, ലോങ്ങറാണ്, വലിയ ഇതുള്ള. നമ്മളൊരു കമ്പ് കൊടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ്. അതിൻ്റെ മറ്റൊന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ പൂടാനാവണേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ നമ്മളെ ഗോൾഡൻ ബെറിയാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ സ്വന്തമായിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ഇട്ട് തരും. അപ്പോൾ ഇത് പൂടുന്നുണ്ട്. ഗോൾഡൻ ബെറി നമ്മളെ നാട്ടിലെ നട്ടാനൊടിയനെ. നാട്ടിലെ നട്ടാനൊടിയൻ്റെ ഇല എത്രയൊന്നുമല്ല, എന്നാലും ഇത് വലുതാണ്. പിന്നെ നമ്മളെ ലോങ്ങന. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പൂടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളതൊക്കെ ഒന്ന് പ്രയോഗിക്കുന്നത്. ഇതിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിന് കിട്ടുന്ന നാച്ചുറൽ വളങ്ങളാണ് ഇതൊക്കെ. ഇവനും പൂവിടാനൊരു മടി. മടിയുള്ളവരൊക്കെ നമ്മൾ ഒന്ന് പൂവിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മളെ എയർലേതും ചെയ്ത റംബൂട്ടാനാണ്. ഇവനും പൂവിട്ടിട്ടില്ല, 1 വർഷമായി. പൂവിടുക എന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. നമ്മളെ നെല്ലിക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പൂവിടാറായിട്ടുണ്ടെങ്കിൽ പൂവിട്ടോട്ടെ. പിന്നെ നമ്മുടെ മരമുന്തിരിയാണ്. 1 വർഷമായിട്ടുള്ളൂ. വളർച്ച നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇവൻ പിന്നെ ബ്ലാക്ക് സപ്പോട്ട എന്നാണ് പറയുന്നത്. ഒരു ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ ബ്ലാക്ക് ക്രീം പോലെ ആണ് അതിൻ്റെ കായൻ്റെ ഉള്ളിലൊക്കെ. നല്ല ടേസ്റ്റുള്ളതാണ്. അതൊരു വർഷമാവുന്നു. നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട്. അതിന് കായ്ക്കാണെങ്കിൽ കായ്ച്ചോട്ടെ. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കായ്ച്ചു വരുന്നുണ്ടെങ്കിൽ കായ്ക്കട്ടെ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഇനി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇനി ഏത് പ്ലാന്റുകളാണോ പൂവിടാൻ മടിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്ത വെള്ളം ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മളെ ബട്ടറാണ്. നമ്മൾ ഗ്രാഫ് ചെയ്ത് പിടിപ്പിച്ച ബട്ടർ. ഇത് കായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് കായ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട്. പിന്നെ പേരയ്ക്ക, ഇത് നമ്മുടെ പേരയ്ക്കാണ്. പേരയ്ക്കൊക്കെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കിലോ പേരയ്ക്ക്. അത് പിന്നെ ഇങ്ങനെ നന്നായിട്ട് പൂക്കളും കായകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കായ പിടിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവനും കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ അതേപോലെ തന്നെ, ചെറുനാരങ്ങ ഇപ്പോഴും പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ലതാണ്, വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ. അപ്പോൾ ഇത് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും പച്ചക്കറികൾക്കും നമ്മളെ ഫ്ലവർ ഉള്ള ചെടികൾക്കും എല്ലാത്തിനും ഉപയോഗമാണ് ഈ മത്തി ശർക്കര. അപ്പോൾ ഇതൊക്കെ പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.